ബാലരാജു എന്ന പേരായ ഒരു രാജകുമാരൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് ഒരു രാജ്യത്ത് 6 രാജ്ഞിമാർ ഒരുമിച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഈ രാജ്ഞിമാർക്ക് 6 പേർക്കും കൂടി ഓമനയായിട്ടൊരു രാജകുമാരനുമുണ്ട്. ഈ രാജകുമാരൻ ഒരിക്കൽ കൊട്ടാരത്തിനടുത്തുള്ള ഒരു മൈതാനത്ത് കളിക്കുമ്പോൾ അതുവഴി ഒരു സ്ത്രീ അവരുടെ തലയിൽ ഒരു പാൽക്കുടവുമായിട്ട് പോകുന്നത് കണ്ടു. കുസൃതി തോന്നിയവന് ഒരു കല്ലെടുത്ത് ആ പാൽക്കുടത്തിലൊരു ഏറ് വെച്ചു കൊടുത്തു. അപ്പോൾ ആ കുടം പൊട്ടി കുറേ പാല് പോയി. ആ സ്ത്രീ അവിടെ നിന്നുകൊണ്ട് ഇവനെ ചീത്ത പറയാൻ തുടങ്ങി. എന്ത് പറയാനാ, അച്ഛനും അമ്മയും തല്ലി വളർത്താഞ്ഞിട്ടല്ലേ എന്നൊക്കെ അവർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ കുട്ടിക്ക് വലിയ വിഷമം തോന്നി. അവന് അതിനു മുമ്പ് അവൻ്റെ അച്ഛനെ പറ്റി അധികം ഒന്നും കേട്ടിട്ടില്ല. അവൻ്റെ അമ്മയെ കണ്ട ഒരു നേരിയ ഓർമ്മ അവനുണ്ട്. പക്ഷെ അമ്മ മരിച്ചുപോയി എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അവൻ്റെ അമ്മയെപ്പറ്റി അവന് ചിന്തിക്കാൻ അവൻ്റെ മറ്റ് 6 അമ്മമാരെ അവസരം കൊടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ അത്തരം ചിന്തകളൊന്നും ഇല്ലാതെ വളർന്നു വരുന്നൊരു കുഞ്ഞായിരുന്നു. ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞതോടെ അവൻ വിഷമിച്ച് വീട്ടിലേക്ക് ഓടിച്ചെന്നു. അമ്മമാരോട് ചോദിച്ചു, എൻ്റെ അച്ഛനെവിടെ, എൻ്റെ അമ്മ എവിടെ, എന്നോട് അതിനെപ്പറ്റി എന്താ പറയാത്തത്? അപ്പോൾ ഇവരെ ആകെ വിഷമിച്ചു പോയി. അവരിതുവരെ ഇവനോട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, മോനെ നിനക്ക് 10-17 വയസ്സായി, ഇപ്പോൾ നിന്നോട് കാര്യങ്ങൾ പറയാൻ സമയമായെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയാം. ഞങ്ങൾ 7 സഹോദരിമാരായിരുന്നു. അതിൽ ഏറ്റവും ഇളയ ആളിൻ്റെ പേര് ബാലനാഗമ്മ എന്നായിരുന്നു. ബാലനാഗമ്മയുടെ മകനാണ് നീ. ഞങ്ങൾ 7 പേരും വിവാഹം കഴിച്ചത് 7 സഹോദരന്മാരെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് കഴിയവേ ഞങ്ങളുടെ ഭർത്താക്കന്മാരായ ഈ 7 രാജാക്കന്മാർ അവരെല്ലാവരും അടുത്തടുത്ത രാജ്യങ്ങളിലെ രാജാക്കന്മാരായിരുന്നു. ഇവർ 7 പേരും കൂടി ഒരിക്കൽ ഒരു യുദ്ധത്തിന് പോയി. ഈ രാജാക്കന്മാർ യുദ്ധത്തിന് പോയ സമയത്താണ് നിൻ്റെ അമ്മയായ ബാലനാഗമ്മ പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ നിൻ്റെ അച്ഛന് നിന്നെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ നീ ജനിച്ചു എന്ന് പറഞ്ഞ് നിൻ്റെ അച്ഛന് സന്ദേശം അയച്ചിരുന്നു. അദ്ദേഹം അത് കേട്ടിട്ട് ഉടനെ വരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചും സന്ദേശം അയച്ചു. പക്ഷേ യുദ്ധം അവസാനിക്കാതെ അവർക്ക് വരാൻ പറ്റില്ലായിരുന്നു. നീ ജനിച്ച് ഏകദേശം 5 വർഷത്തോളം ആ യുദ്ധം നീണ്ടു നിന്നു. അതുവരെ അദ്ദേഹത്തിന് നിന്നെ വന്ന് കാണാൻ പറ്റിയില്ല. അതിനുശേഷം അവർ ഇങ്ങോട്ട് യാത്ര തിരിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ അവർ വരുന്നതിന് മുമ്പായിട്ട് വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യം സംഭവിച്ചു. വളരെ ദുഷ്ടനായൊരു മന്ത്രവാദി. ആ മന്ത്രവാദി വളരെ യാദൃശ്ചികമായിട്ട് നിൻ്റെ അമ്മയായ ബാലനാഗമ്മയെ കാണുകയും അവളെ വിവാഹം കഴിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അവൾ അതിന് സമ്മതിക്കാഞ്ഞപ്പോൾ അയാൾ അവളെ ഒരു നായ്ക്കുട്ടിയാക്കി മാറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോയി കളഞ്ഞു. ഞങ്ങൾ എത്ര നിലവിളിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. അവളെ ഈ മന്ത്രവാദി കൊണ്ടുപോയതിന് തൊട്ട് പിന്നാലെയാണ് നിൻ്റെ അച്ഛനും മറ്റ് 6 രാജാക്കന്മാരും ഞങ്ങളുടെ ഭർത്താക്കന്മാരായ 6 രാജാക്കന്മാരും തിരിച്ചു വന്നത്. ബാലനാഗമ്മയെ ഇങ്ങനെ മന്ത്രവാദി കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ തന്നെ നിന്നെ ഒന്ന് കാണാൻ പോലും കാത്തു നിൽക്കാതെ അവരുടൻ തന്നെ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോവുകയും ചെയ്തു. പക്ഷേ അവരും തിരിച്ചു വന്നില്ല. അവർ പോയിട്ടിപ്പോൾ ഏകദേശം 12 വർഷമാകാറായി. ഒരു വിവരവുമില്ല. അവരെല്ലാവരെയും ആ മന്ത്രവാദി കൊന്നു കളഞ്ഞു കാണും എന്നാണ് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. അല്ലാതെ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് നീ ഈ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ആ പഴയ 7 രാജ്യങ്ങളും കൂടെ ഒന്നിച്ച് ചേർത്ത് ഒറ്റ രാജ്യമാക്കി ഞങ്ങളിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും കൂടി നീ ഒരാളേ ഉള്ളൂ. നീ വേണം ഈ രാജ്യങ്ങളൊക്കെ സംരക്ഷിച്ച് പോറ്റാൻ. അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ചിന്തിച്ച് വിഷമിക്കാതെ നീ ഇവിടെ തന്നെ നിൽക്കണം. പക്ഷേ ബാലരാജു കേട്ടില്ല. അവൻ പറഞ്ഞു, എനിക്ക് ഈ മന്ത്രവാദിയോട് പകരം ചോദിക്കണം. എൻ്റെ അമ്മയ്ക്കും എൻ്റെ പിതാവിനും എൻ്റെ വല്യച്ഛന്മാർക്കും എന്ത് പറ്റിയെന്ന് എനിക്കറിയണം. അതറിയാതെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല. അമ്മമാരെത്ര നിർബന്ധിച്ചിട്ടും കേൾക്കാതെ ബാലരാജു തൻ്റെ വാളും എടുത്ത് കുതിരപ്പുറത്ത് കയറി മന്ത്രവാദി പോയി എന്ന് അവർ പറഞ്ഞ ദിക്കിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ അവൻ കുറേ ദൂരം യാത്ര ചെയ്ത് സന്ധ്യ ആവാറായപ്പോഴേക്കും ഒരു രാജ്യത്തെത്തി. അവിടെ ചെന്നപ്പോൾ അവിടെ ആകെ വിജനമാണ്. എങ്ങും ഒരു വിളക്ക് പോലുമില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അവനൊരു വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി. അപ്പോൾ ഒരു വൃദ്ധ പതുക്കെ വാതിൽ തുറന്ന് തല മാത്രം പുറത്തേക്ക് നീട്ടി. എന്നിട്ട് പറഞ്ഞു, ആരാ നീ? വേഗം രക്ഷപ്പെട്ടു. അവൻ ചോദിച്ചു, എന്ത് പറ്റി? ഈ രാജ്യത്ത് എന്താ എല്ലാവരും ഇങ്ങനെ പേടിച്ച് വിളക്കടച്ചിരിക്കുന്നത്? വൃദ്ധ പറഞ്ഞു, ഇവിടെ ഒരു ഭീകരൻ കടുവ വരുന്നുണ്ട്. ഒരാളെ തിന്നി കടുവ. നഗരത്തിലെ വീഥികളിലൂടെ അതെപ്പോഴും നടന്നുകൊണ്ടിരിക്കും. എത്രയോ പട്ടാളക്കാരെ അത് തിന്നു കഴിഞ്ഞു. എല്ലാവർക്കും പേടിയാണിപ്പോൾ. അതുകൊണ്ട് ആരും സന്ധ്യ കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാറില്ല, വിളക്ക് കൊളുത്താറില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മുമ്മേ, ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ്. ഞാനൊരു ദിവസം രാത്രി ഇവിടെ താങ്ങിക്കോട്ടെ. ആ സ്ത്രീ പറഞ്ഞു, വേഗം അകത്ത് കയറിക്കോ, വേഗം വാതിലടയ്ക്കുക, കടുവ വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. അങ്ങനെ അന്ന് അവൻ ആ വീട്ടിൽ തങ്ങാൻ തീരുമാനിച്ചു. അവനകത്ത് കയറി കിടക്കാനൊക്കെ വട്ടം കൂട്ടി. അമ്മൂമ്മ അവനൊരു കിടക്കയൊക്കെ കൊടുത്തു. അവന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പുറത്ത് ഒരു മുരൾച്ച കേട്ടത്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, കേട്ടോ കടുവ വരുന്നുണ്ട്. ഇത് കേട്ടതും അവൻ പെട്ടെന്ന് പുറത്തിറങ്ങി. അവൻ നോക്കുമ്പോഴേക്കും പുറത്ത് കെട്ടിയിരുന്ന അവൻ്റെ കുതിരയെ ആ കടുവ തിന്നു കഴിഞ്ഞിരുന്നു. കടുവയെ അവന് കാണാൻ പറ്റിയില്ല. പക്ഷേ കുതിര നഷ്ടമായി.
അവന് അന്ന് ആ അമ്മൂമ്മയുടെ വീട്ടിൽ തങ്ങി. പിറ്റേന്ന് അവൻ അമ്മൂമ്മയോട് പറഞ്ഞു, ഞാനിന്ന് പോകുന്നില്ല, ഇന്നൊരു ദിവസം കൂടി ഞാനിവിടെ തങ്ങട്ടെ, എൻ്റെ കുതിര നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെ വേണമെന്ന് ഞാനൊന്നുകൂടി ചിന്തിക്കട്ടെ. അങ്ങനെ അന്നുകൂടി അവൻ ആ അമ്മൂമ്മയുടെ വീട്ടിൽ തങ്ങി. അന്ന് രാത്രിയും മുറ്റത്തും മുരൾച്ച കേട്ടു. അപ്പോൾ അവൻ തൻ്റെ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി. ആ വൃദ്ധ അവനോട് പറഞ്ഞു, അയ്യോ കുഞ്ഞെ പോകരുതേ, നിന്നെ ആ കടുവ അപ്പോൾ തന്നെ തിന്ന് കളയും. പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ വേഗം വരാം അമ്മൂമ്മ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അങ്ങനെ അവൻ കടുവയെ അന്വേഷിച്ച് ആ വീതിയിലൂടെ നടന്നു. അവിടെ എങ്ങും കടുവയെ കണ്ടില്ല. അങ്ങനെ അവൻ നടന്ന് രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തി. രാജകൊട്ടാരത്തിൻ്റെ മതിലിനടുത്ത് അവൻ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ കടുവ നിൽക്കുന്നത് കണ്ടു. കടുവ അവൻ്റെ നേരെ ചാടി വീണെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ വാളെടുത്ത് വീശി കടുവയുടെ തല മുറിച്ചു. കടുവ ചത്തു വീണു. കടുവ ചത്തു വീണതോടെ അവന് സമാധാനമായി. തൻ്റെ കുതിരയെ കൊന്ന കടുവയോട് പകരം വീട്ടിയല്ലോ. അവൻ തിരിച്ചു പോരുന്നതിന് മുമ്പ് കടുവയുടെ 2 മുൻകാലുകളിലെയും നഖങ്ങളും അതിൻ്റെ വാലും മുറിച്ചെടുത്തുകൊണ്ട് പോന്നു. എന്നിട്ട് അവൻ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു അലക്കുകാരനാണ് ആ വഴി ആദ്യം വന്നത്. അലക്കുകാരൻ നോക്കുമ്പോൾ ആളെ തിനി കടുവ ചത്ത് കിടക്കുന്നത് കണ്ടു. അടുത്തെങ്ങും ആരെയും കണ്ടുമില്ല. അയാളുടൻ തന്നെ രാജകൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, അങ്ങുന്നേ ഞാൻ ആ ആളെ തിനി കടുവയെ കൊന്നു കളഞ്ഞു. രാജാവിന് വലിയ സന്തോഷമായി. രാജാവ് ഉടൻ തന്നെ തൻ്റെ ഭടന്മാരോട് ഇയാൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാജകുമാരി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, നിൽക്കാച്ച, അയാളോട് ചോദിക്കൂ അതിൻ്റെ നഖങ്ങളും അതിൻ്റെ വാലും എവിടെ പോയിന്ന്. അപ്പോഴാണ് രാജാവ് ശ്രദ്ധിച്ചത്, ഇയാൾ കൊണ്ടുവന്ന് ഹാജരാക്കിയ കടുവയുടെ ശരീരത്തിൽ നഖങ്ങളും ഇല്ല, വാലും ഇല്ല. അപ്പോൾ രാജാവ് ചോദിച്ചാൽ അതെവിടെ പോയി? അപ്പോൾ അലക്കുകാരൻ അറിഞ്ഞൂടാ അതെവിടെ പോയിന്ന്. അപ്പോൾ രാജകുമാരി പറഞ്ഞു, അച്ഛാ, ഇയാളല്ല ആ കടുവയെ കൊന്നത്. ഞാൻ ഇന്നലെ മട്ടുപ്പാവിൽ നിന്ന് കണ്ടിരുന്ന ഒരു യുവാവാണ് ആ കടുവയെ കൊന്നത്. അയാളൊരു വാൾ കൊണ്ട് ഒറ്റ വെട്ടിനെ അതിനെ കൊല്ലുകയും അതിൻ്റെ നഖങ്ങളും വാലും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഒരു ദാസിയെ അവൻ എങ്ങോട്ടാണ് പോയത് എന്നറിയാൻ വേണ്ടി വിട്ടിരുന്നു. നമ്മുടെ ഗ്രാമത്തിലുള്ളൊരു വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലേക്ക് അവൻ കയറിപ്പോകുന്നത് അവർ കാണുകയും ചെയ്തു. ഇപ്പോൾ തന്നെ ചെന്നാൽ അവനെ കാണാം. രാജാവ് ഉടൻ തന്നെ തൻ്റെ ഭടന്മാരോട് ആ വീട്ടിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി രാജകുമാരനെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. രാജാവിന് വലിയ സന്തോഷമായി. രാജാവ് അവനോട് ചോദിച്ചു, നീയാണോ കടുവയെ കൊന്നത്? അവൻ പറഞ്ഞു, അതെ, ഞാനാണ് കടുവയെ കൊന്നത്. ആ കടുവ എൻ്റെ കുതിരയെ തിന്നു കളഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞത് വലിയ ഉപകാരമായി, ഞങ്ങൾ എത്രയോ കാലമായിട്ട് വിഷമിക്കുകയായിരുന്നു, നിനക്ക് എന്ത് പ്രതിഫലം വേണം? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു കുതിരയെ വേണം, കാരണം എനിക്ക് കൂടുതൽ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ കുതിരയെ തരാം, പക്ഷേ അതിൻ്റെ കൂടെ നീ എൻ്റെ മകളെ കൂടെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് തരണം, കാരണം അവൾക്ക് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു, നീ ഒരു വളരെ ധീരനായ യുവാവാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് രാജകുമാരി വിവാഹം കഴിക്കുന്നതിൽ വിരോധമൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ വളരെ വലിയൊരു ദൗത്യവുമായിട്ട് ഇറങ്ങിയതാണ്, എനിക്ക് അതിൽ നിന്ന് പിന്നോട്ട് മാറാൻ വയ്യ, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാജകുമാരി വിവാഹം കഴിച്ചോളാം. ഇതും പറഞ്ഞുകൊണ്ട് അവന് ഒരു കുതിരയും വാങ്ങി അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവൻ കുറേ ദൂരം ചെന്ന് ഒരു കാട്ടിലെത്തിയപ്പോൾ സന്ധ്യയായി. എന്നാൽ ഉറങ്ങാം എന്ന് കരുതി അവനൊരു മരത്തിന് മുകളിൽ കയറിയിരുന്നു. അപ്പോൾ താഴെ ഒരു കഴുതപ്പുലിയും ഒരു കുറുക്കനും കൂടെ വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. ഇവന് മൃഗങ്ങളുടെ ഭാഷ വശമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ആ രാജ്യത്തെ രാജകുമാരിയുടെ വയറുവേദനയെ പറ്റിയാണ്. ഈ രാജകുമാരിക്ക് കുറേ കാലമായിട്ട് വലിയ വയറുവേദനയാണ്, മാറുന്നതേ ഇല്ല. അപ്പോൾ കഴുതപ്പുലി പറഞ്ഞു, ആ രാജകുമാരി മരിക്കാറായെന്നാണ് തോന്നുന്നത്, പലപ്പോഴും അവിടെ എത്രമാത്രം വൈദ്യന്മാരാണ് വരുന്നത്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ശരിയാണ്, എത്ര വലിയ വൈദ്യന്മാർ വന്നിട്ടും അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ കഴുതപ്പുലി പറഞ്ഞു, ഈ മനുഷ്യരെന്ന് മണ്ടന്മാരാ, ആ അമ്പലത്തിന് മുകളിൽ നിൽക്കുന്ന സഞ്ജീവനി എന്ന് പറഞ്ഞ ചെടിയുണ്ടല്ലോ, അതിൻ്റെ ഇല അരച്ച് പുരട്ടിയാൽ മാത്രം മതി, അവളുടെ വയറുവേദന പോയേനെ. ഇത് കേട്ടപ്പോൾ രാജകുമാരന് വലിയ വിഷമം തോന്നി. വളരെ വലിയ വേദനയുമായിട്ടൊരാൾ സഹായിക്കേണ്ടതല്ലേ. അവൻ അന്ന് രാത്രി ആ മരത്തിന് മുകളിൽ തങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ കഴുതപ്പുലി പറഞ്ഞ ക്ഷേത്രം കണ്ടുപിടിച്ച് അതിൻ്റെ മുകളിലെ മരുന്നെടുത്ത് അരച്ച് അതിൻ്റെ ഒരു കുഴമ്പുമായിട്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി. ആ രാജ്യത്തെ രാജാവിൻ്റെ മകള് കുറേ കാലമായിട്ട് വേദനയുമായിട്ട് കിടന്നിങ്ങനെ പുളയായിരുന്നു. അവൻ ചെന്ന് രാജാവിനോട് തന്നൊരു വൈദ്യനാണ് മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് ആദ്യം ദേഷ്യം വന്നു. ഒത്തിരി പേരിങ്ങനെ മരുന്നും കൊണ്ട് വരികയാണ്, എല്ലാവരും രാജകുമാരുടെ ദേഹത്ത് പരീക്ഷിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ രാജാവ് അവനെ ആദ്യം പറഞ്ഞു വിട്ടെങ്കിലും പിന്നെ വിചാരിച്ചു, മകൾ മരിക്കാറായി കിടക്കുന്നു, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. അങ്ങനെ ഈ മരുന്ന് കൊണ്ടുവന്ന യുവാവിനെ രാജഭാഗത്തേക്ക് വിളിക്കുകയും അവൻ ആ മരുന്ന് രാജകുമാരിയുടെ വയറിന് മുകളിൽ പുരട്ടുകയും ചെയ്തു. അതോടെ അവളുടെ അസുഖം മാറി അവൾ എഴുന്നേറ്റിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞത് വലിയ അത്ഭുതമായി, ഇപ്പോൾ എത്രയോ കാലം കൊണ്ട് ഞങ്ങൾ ഈ വേദന സഹിക്കുകയാണ്, ഞങ്ങളുടെ മകളുടെ വേദന കണ്ടു തന്നെ ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഞങ്ങൾ നേരത്തെ ഈ രോഗം ഭേദമാക്കുന്ന ആൾക്ക് പകുതി രാജ്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിനക്ക് തരട്ടെ. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, വേണ്ട, എനിക്കിപ്പോൾ അത് വേണ്ട, ഞാൻ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കോളാം, ഞാനൊരു വലിയ കാര്യത്തിന് വേണ്ടി പോവാണ്. അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ് അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ ഒരു കാടിനടുത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് പൂ പറിക്കുന്നത് കണ്ടു.
കാട്ടിലുള്ള പൂക്കൾ പറിക്കായിരുന്നു ഒരു സ്ത്രീ. ഇവൻ കുതിരപ്പുറത്ത് ചെല്ലുന്ന കണ്ടപ്പോൾ ആ സ്ത്രീ ഓടി വന്ന് പറഞ്ഞു, അയ്യോ കുഞ്ഞെ, കുതിരയെ നിർത്തി, ഇവിടെ ശബ്ദം കേൾപ്പിക്കല്ലേ, അപകടമാണ്. അപ്പോൾ അവൻ ചോദിച്ചു അതെന്താ? അപ്പോൾ അവർ പറഞ്ഞു, ഒരു വലിയ മന്ത്രവാദിയുടെ സ്ഥലമാണ്, ഇവിടെ ആര് ശബ്ദം കേൾപ്പിക്കുന്നതൊന്നും മന്ത്രവാദിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി കുതിരയെ ഒരു സ്ഥലത്ത് മാറ്റിക്കെട്ടി. അപ്പോൾ എന്നിട്ട് അവൻ ആ സ്ത്രീയോട് ചോദിച്ചു, ആ മന്ത്രവാദിയുടെ കോട്ട എവിടെ, എനിക്കൊന്ന് കാണാമോ? ആ സ്ത്രീ പറഞ്ഞു, അങ്ങോട്ടങ്ങ് പോവല്ലേ, അപരിചിതരെ ആരെങ്കിലും കണ്ടാൽ അയാളെ ഉപദ്രവിക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വളരെ വീരന്മാരായ ഒരു 7 രാജാക്കന്മാരോട് വന്നിരുന്നു. അവരിൽ ഒരാളുടെ ഭാര്യയെ ഇയാളൊരു പട്ടിയുടെ രൂപത്തിലാക്കി തട്ടിക്കൊണ്ട് വന്നായിരുന്നു ഈ മന്ത്രവാദി. അതിനു വേണ്ടിയിട്ടാണ് അവർ വന്നത്, അവരെ അന്വേഷിച്ചാണ് വന്നത്. പക്ഷേ ഇതാ നോക്ക്, നിനക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, ദൂരെ കാണുന്നത് കണ്ട ഒരു 7 പ്രതിമകൾ. ആ പ്രതിമകൾ ആ രാജാക്കന്മാരാണ്. അവരെ 7 പേരെയും അയാൾ മന്ത്രം ചൊല്ലി കല്ലുകളാക്കി കളഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവരാരൊക്കെയാണ് എന്ന് നമ്മുടെ രാജകുമാരന് മനസ്സിലായി. അവൻ ഈ വൃദ്ധയോട് ചോദിച്ചു, വന്നിട്ട് ആ പട്ടിയുടെ വേഷത്തിൽ കൊണ്ടുവന്ന സ്ത്രീയോ? അപ്പോൾ അവർ പറഞ്ഞു, ആ സ്ത്രീയെ അവന് കോട്ടയ്ക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്, അവരെ ഒരുപാട് ഉപദ്രവിച്ചു, അയാളെ അവർ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അപ്പോൾ അവസാനം അവർ പറഞ്ഞു 12 വർഷം അവർക്ക് സമയം കൊടുക്കണം. 12 വർഷത്തിന് ശേഷം അവരെ ആരും അന്വേഷിച്ച് വന്നില്ലെങ്കിൽ അവർ അയാളെ വിവാഹം കഴിച്ചോളാം. അപ്പോൾ ഈ 12 വർഷം അടുക്കാറായി. അവരിപ്പോൾ വലിയ വിഷമത്തിലാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാല കെട്ടുന്നത്. എല്ലാ ദിവസവും ഞാൻ ഓരോ മാല കെട്ടി അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് അവിടെ ഒരു ചെറിയ ക്ഷേത്രം പോലെയുണ്ട്, അവരവിടെ ഈ മാല വെച്ചാണ് പൂജിക്കുന്നത്. എന്തെങ്കിലും ഒരിക്കൽ ആരെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ വരും എന്നവർക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്ര വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് അവർക്ക് വലിയ നിരാശയാണ്, കാരണം 12 വർഷം അടുക്കാറായല്ലോ. അപ്പോൾ ഇവൻ പറഞ്ഞു, അമ്മൂമ്മേ, ഞാൻ കുറച്ച് ദിവസം അമ്മൂമ്മയുടെ കൂടെ നിന്നോട്ടെ, എനിക്ക് മാല കെട്ടാൻ നന്നായിട്ട് അറിയാം, ഞാൻ അമ്മൂമ്മയ്ക്ക് മാലയൊക്കെ കെട്ടിത്തരാം. അങ്ങനെ ആ വൃദ്ധ പറഞ്ഞു, ശരി കുഞ്ഞെ, നീ പുറത്തൊന്നും ഇറങ്ങരുത്, ഈ കുതിരപ്പുറത്ത് എങ്ങോട്ടും പോവരുത്, മന്ത്രവാദിയുടെ മുന്നിൽ ചെന്ന് പെടരുത്. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ കുറച്ച് ദിവസം നിന്നു, എനിക്കൊരു സഹായമുള്ളത് വലിയ സന്തോഷമല്ലേ. അങ്ങനെ ഇവൻ ഈ വൃദ്ധയുടെ കൂടെ താമസമായി. അടുത്ത ദിവസം അവൻ വളരെ മനോഹരമായിട്ടൊരു മാല കെട്ടിയുണ്ടാക്കി. അന്ന് ആ മാലയും കൊണ്ടാണ് ഈ വൃദ്ധ മന്ത്രവാദിയുടെ കൊട്ടാരത്തിലേക്ക് പോയത്. അവിടെ ചെന്ന് അവർ ഈ രാജ്ഞിയെ കണ്ടു, നായയുടെ വേഷത്തിൽ തട്ടിക്കൊണ്ടുവന്ന ബാലനാഗമ്മ എന്ന രാജ്ഞി. എന്നിട്ട് ഈ രാജ്ഞിയുടെ കയ്യിൽ ഈ പൂമാല കൊടുത്തു. രാജ്ഞി ഈ പൂമാല എടുത്ത് അകത്ത് കൊണ്ടുപോവുകയും താൻ അവിടെ വെച്ചിരുന്ന വിഗ്രഹത്തിൽ ചാർത്തി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അപ്പോൾ ആ മാലയിൽ എന്തോ തിളങ്ങുന്നത് കണ്ടു. അവർ നോക്കുമ്പോൾ ആ മാലയിൽ ഒരു ചെറിയ മോതിരം കൊരുത്തു വെച്ചിരിക്കുന്നത് കണ്ടു, വളരെ ചെറിയൊരു മോതിരം. അവർക്ക് ആ മോതിരം കണ്ടപ്പോൾ നല്ല പരിചയമുള്ളതുപോലെ തോന്നി. അവർ സൂക്ഷിച്ച് നോക്കിയപ്പോൾ താൻ തൻ്റെ മകൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ അവൻ്റെ കയ്യിലിട്ട് കൊടുത്ത മോതിരമാണ് എന്ന് മനസ്സിലായി. രാജമുദ്രയുള്ള മോതിരം. 4 or 5 വയസ്സുള്ളപ്പോൾ അവനെ ഇട്ടിട്ട് പോകുന്നതാണ്. അവർക്കത് കണ്ടപ്പോൾ തൻ്റെ മകൻ പുറത്തെവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അന്ന് തന്നെ അവർ കുറച്ച് പലഹാരങ്ങളുണ്ടാക്കി. പിറ്റേന്ന് ഈ വൃദ്ധ മാലയുമായിട്ട് വന്നപ്പോൾ ആ മാലയ്ക്കൊപ്പം ആ വൃദ്ധയ്ക്ക് അവർ കുറേ പലഹാരങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ എനിക്ക് മാല കൊണ്ടു തരുന്നില്ല, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ പലഹാരങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ ആ വൃദ്ധ അന്ന് ആ പലഹാരങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ബാലരാജു എന്ന രാജകുമാരനോട് പറഞ്ഞു, എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അവർക്ക് മാല കൊണ്ടു കൊടുക്കുന്നു, അവരെ ഒന്ന് ചിരിക്കുന്നത് പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഇന്ന് അവർക്ക് വലിയ സന്തോഷമായിരുന്നു, അവരെനിക്ക് കുറേ പലഹാരങ്ങളും തന്നു വിട്ടു. അടുത്ത ദിവസം അവൻ വീണ്ടും ഒരു മാല കെട്ടി ഈ വൃദ്ധയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. രാജ്ഞിയാണെങ്കിൽ ആ മാല വീണ്ടും എടുത്ത് അകത്ത് കൊണ്ടുപോയി നോക്കുമ്പോൾ അതിൽ ഒരു ചെറിയ കുറിപ്പ് കണ്ടു. അതിൽ, അമ്മേ, ഇത് ഞാനാണ്, ബാലരാജു, അമ്മയെ രക്ഷപ്പെടുത്താൻ ഞാൻ വന്നിട്ടുണ്ട്. ഈ മന്ത്രവാദിയുടെ മന്ത്രവടി എവിടെയാണ്, അയാളുടെ ജീവൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അമ്മയൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് മന്ത്രവാദി വളരെ സ്നേഹത്തോടെ ബാലനാഗമ്മയുടെ അടുത്ത് വരികയും അവളെ വിവാഹം കഴിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ബാലനാഗമ്മ പറഞ്ഞു, ഞാൻ ഒരിക്കൽ വിവാഹം കഴിച്ചതാണ്, എനിക്കൊരു മകനുണ്ടായി. ആ മകനെ ഞാൻ വളരെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. പക്ഷേ എൻ്റെ മകൻ ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് യുദ്ധത്തിന് പോയി. ഏകദേശം 5 വർഷത്തോളം അദ്ദേഹം യുദ്ധം ചെയ്തു, വന്നില്ല. അവസാനം നിങ്ങൾ എന്നെ വന്ന് തട്ടിക്കൊണ്ടു പോന്നു. എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടു. എൻ്റെ ഭർത്താവ് എന്നെ അന്വേഷിച്ചു വന്നു, പക്ഷേ അയാളൊരു കല്ലായിപ്പോയി. അയാളെയും എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി നിങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളും എനിക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് വലിയ പേടിയുണ്ട്. അപ്പോൾ ഈ മന്ത്രവാദി പറഞ്ഞു, അക്കാര്യത്തിൽ നീ ഒന്നും പേടിക്കേ വേണ്ട, ഞാൻ ഒരിക്കലും അങ്ങനെ മരിച്ചു പോകുന്ന ഒരാളല്ല. അപ്പോൾ ബാലനാഗമ്മ ചോദിച്ചു, അതെന്താ നിങ്ങൾ മരിച്ചു പോകാത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിലല്ല ഇരിക്കുന്നത്, അത് ദൂരെ 7 പർവ്വതങ്ങൾക്കും 7 കടലുകൾക്കും അപ്പുറത്ത് ഒരു മരുഭൂമിയുടെ നടുക്ക് ഒരു മരമുണ്ട്. ആ മരത്തിൽ ഒരു പൊത്തിലൊരു തത്തയുണ്ട്. ആ തത്തയിൽ എൻ്റെ ജീവൻ ഇരിക്കുന്നത്. ഇതാർക്കും അറിഞ്ഞുകൂടാതാനും അങ്ങോട്ട് ആരും പോവുകയില്ല, അതുകൊണ്ട് നീ പേടിക്കേ വേണ്ട. ഈ വിവരം പിറ്റേന്ന് പലഹാരപ്പൊതിക്കൊപ്പം ഒരു ചെറിയ കുറിപ്പിൽ ബാലനാഗമ്മ വൃദ്ധയുടെ കയ്യിൽ കൊടുത്തു വിടുകയും രാജകുമാരൻ്റെ കയ്യിലെത്തുകയും ചെയ്തു. അവനുടൻ തന്നെ ആ വൃദ്ധയോട്, ഞാനിപ്പോൾ തന്നെ വരാം, ഒരു തത്തയെ പിടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു.
ഇവനെന്തായി പറയുന്നത് വൃത്തിക്ക് മനസ്സിലായില്ല. പക്ഷേ അവൻ ഓടി കാട്ടിൽ ചെന്നു. ഒളിപ്പിച്ച് നിർത്തിയിരുന്ന തൻ്റെ കുതിരപ്പുറത്ത് കയറി യാത്ര തുടങ്ങി. പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ തൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ എന്ന് അവൻ അറിയാമായിരുന്നു. അത്ര ദിവസം കൊണ്ട് 7 കടലിലും 7 മലകൾക്കും അപ്പുറത്തേക്ക് എങ്ങനെ എത്തും? അപ്പോൾ അവനെങ്ങനെ പോകുമ്പോൾ വലിയ ഒരു പെരുമ്പാമ്പിനെ കണ്ടു. ഈ പെരുമ്പാമ്പ് ഒരു മരത്തിന് മുകളിലേക്ക് ഇഴഞ്ഞു കയറുകയായിരുന്നു. അവൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഈ മരത്തിന് മുകളിൽ വലിയൊരു പരുന്തിൻ്റെ കൂട് കണ്ടു. അതിൻ്റെ മുട്ട തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ പെരുമ്പാമ്പ് കയറുന്നത്. കഷ്ടം തോന്നി അവൻ ഒരു അമ്പ് ഉടൻ തന്നെ എടുത്തെയ്തു. ഇത് കണ്ടുകൊണ്ടാണ് പരുന്തുകൾ പറന്നു വന്നത്. അവർക്കിത് കണ്ടപ്പോൾ വലിയ സന്തോഷം. അവർ താഴേക്ക് പറന്നു വന്നിട്ട് ഈ രാജകുമാരനോട് പറഞ്ഞു, വലിയ ഉപകാരം, നിങ്ങൾ കൃത്യസമയത്ത് അമ്പ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ പെരുമ്പാമ്പ് ഞങ്ങളുടെ മുട്ടകളൊക്കെ തിന്ന് തീർത്തേനെ. ഞങ്ങൾ തീറ്റ തേടിപ്പോയതായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരണം, ഞങ്ങൾക്കൊണ്ട് എന്ത് വേണം? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ദൂരെ 7 കടലുകൾക്കും 7 മലകൾക്കും അപ്പുറത്തൊരു മരുഭൂമിയുടെ നടുക്കിരിക്കുന്ന മരത്തിലെ പൊത്തിലിരിക്കുന്ന തത്തയെ വേണം. പരുന്തുകൾ പറഞ്ഞു, അതിനെന്താ, ഞങ്ങളിപ്പോൾ പോയി കൊണ്ടുവരാമല്ലോ. അങ്ങനെ പരുന്തുകൾ ഉടൻ തന്നെ പറന്നു പോയി 7 കടലും 7 മലയും കടന്ന് മരുഭൂമിയുടെ നടുക്കുള്ള മരം കണ്ടുപിടിച്ച് ആ മരത്തിലെ പൊത്തിലെ തത്തയെ അപ്പം തന്നെ റാഞ്ചിയെടുത്ത് അവൻ്റെ കൈ കൊണ്ടുവന്ന് കൊടുത്തു. അവനുടൻ തന്നെ ആ തത്തയുമായിട്ട് മന്ത്രവാദിയുടെ കോട്ടയിലേക്ക് പോയി. അവിടെ ചെന്ന് അവൻ ആ തത്തയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചപ്പോഴേക്കും കോട്ടയ്ക്കുള്ളിലിരുന്ന മന്ത്രവാദി നിലത്ത് വീണ് പിടയാൻ തുടങ്ങി. അവന് ആ തത്തയുമായിട്ട് അകത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് തൻ്റെ അമ്മയെ കണ്ടു. അമ്മയോട് പറഞ്ഞു, അമ്മേ, നമുക്ക് രക്ഷപ്പെടാൻ സമയമായി, ഇതാ എനിക്ക് തത്തയെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് അവിടെ കിടന്ന് പൊളയുകയായിരുന്ന രാക്ഷസൻ പറഞ്ഞു, നിനക്ക് നിൻ്റെ അമ്മയെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, ആ തത്ത എങ്കിൽ തിരിച്ചതാ. അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ മാത്രം പോരാ, എൻ്റെ അച്ഛനെയും എൻ്റെ വല്യച്ഛന്മാരെയും വേണം. അപ്പോൾ രാക്ഷസൻ പറഞ്ഞു, ശരി, ഞാൻ അവരെയും തിരിച്ചു തരാം, വേഗം തത്തയെ തിരിച്ചതാ. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ എൻ്റെ അച്ഛനെയും എൻ്റെ വല്യച്ഛന്മാരെയും എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്ത്, എന്നിട്ട് ഞാൻ പറയാം. മന്ത്രവാദി അവിടെ കിടന്ന് പിടഞ്ഞുകൊണ്ട് തൻ്റെ മന്ത്രവടി വീശുകയും അപ്പോൾ അവൻ്റെ അച്ഛനും വല്യച്ഛന്മാരും അവിടെ എത്തുകയും ചെയ്തു. അവിടെ വളരെ സന്തോഷകരമായ ഒരു പുനഃസമാഗമം നടന്നു. എന്നാൽ മന്ത്രവാദി അപ്പോഴും നിലത്ത് കിടന്ന് പിടയുകയാണ്. അപ്പോൾ ബാലരാജു പറഞ്ഞു, ഞങ്ങളെ ഉടൻ തന്നെ പല്ലക്കിലേറ്റി ഞങ്ങളുടെ രാജ്യത്തെത്തിക്കണം. മന്ത്രവാദി അതും കേട്ടു. മന്ത്രവാദി ഉടൻ തന്നെ ഒരു പല്ലക്ക് വരുത്തി ഇവരെ എല്ലാവരെയും പല്ലക്കിൽ കയറ്റി. ബാലരാജു വേഗം ചെന്ന് അമ്മൂമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവനും പല്ലക്കിൽ കയറി. അങ്ങനെ മന്ത്രവാദിയെ അവരെ ഉടൻ തന്നെ നാട്ടിലെത്തിച്ചു. അവിടെ എത്തിയ മന്ത്രവാദി വേദന കൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് ബാലരാജുവിനോട് പറഞ്ഞു, എൻ്റെ തത്തയെ തിരിച്ചതാ. അപ്പോൾ ബാലരാജു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മന്ത്രവടി എനിക്കിതാ. അങ്ങനെ ബാലരാജു അയാളുടെ മന്ത്രവടി വാങ്ങുകയും ആ തത്തയെ പറത്തി വിടുകയും ചെയ്തു. മന്ത്രവടി നഷ്ടപ്പെട്ടതോടെ മന്ത്രവാദിയുടെ ശക്തിയെല്ലാം പോയി. അയാൾ അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ബാലരാജു ആണെങ്കിൽ ആ മന്ത്രവടി അപ്പോൾ തന്നെ നശിപ്പിച്ച് കളയുകയും തൻ്റെ അമ്മയും അച്ഛനും വല്യച്ഛന്മാരും വല്യമ്മമാരും ഒക്കെ ഒത്ത് വളരെ സന്തോഷമായിട്ട് കഴിയുകയും ചെയ്തു. മാത്രമല്ല, അവൻ അധികം താമസിക്കാതെ പഴയ രാജ്യത്തേക്ക് തിരിച്ചു ചെന്ന് ആ രാജകുമാരി വിവാഹം കഴിക്കുകയും അടുത്ത രാജ്യത്ത് നിന്ന് പകുതി രാജ്യത്തിന് തത്തുല്യമായ സ്വത്ത് കൈക്കലാക്കുകയും ചെയ്തു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.